കാഞ്ഞിരംകുളം AG സഭാ കവാടം പൊളിച്ചു നീക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചു. പെന്തക്കോസ്ത് കൗൺസിൽ ഇടപെടലിൽ പരിഹാരം. കാഞ്ഞിരംകുളം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ ചാവടി റോഡിൽ സ്ഥാപിച്ചിരുന്ന പ്രവേശന കവാടം പൊളിച്ചു നീക്കാനുള്ള പഞ്ചായത്ത് അധികൃതരുടെ നീക്കം പെന്തക്കോസ്ത് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ചു. നൂറുകണക്കിന് വിശ്വാസികൾ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ സ്ഥലം MLA M. വിൻസെന്റ് ഇടപെട്ടാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടത്. 2025 ഒക്ടോബറിൽ LDF ഭരണസമിതിയുടെ കാലത്താണ് അപ്പുകുട്ടൻ കന്ന എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആർച്ചിനെതിരെ നടപടി തുടങ്ങിയത്. തുടർന്ന് വന്ന UDF ഭരണസമിതിയും സഭയ്ക്ക് നോട്ടീസ് നൽകി. പഞ്ചായത്തിൽ മറ്റ് മതവിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ആർച്ചുകൾ തടസ്സമില്ലാതെ നിൽക്കുമ്പോൾ പെന്തക്കോസ്ത് സഭയുടെ ആർച്ച് മാത്രം ലക്ഷ്യമിടുന്നത് വിവേചനപരമാണെന്ന് സഭ മറുപടി നൽകിയെങ്കിലും പഞ്ചായത്ത് അത് മുഖവിലക്കെടുത്തിരുന്നില്ല. ഇതേ തുടർന്നാണ് PCI സംസ്ഥാന കൺവീനറും ജില്ലാ സെക്രട്ടറിയുമായ പാസ്റ്റർ KA തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബ്രദർ അലക്സ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ സംഘടിച്ചത്. ഇരട്ട നീതി നടപ്പാക്കാനുള്ള പഞ്ചായത്ത് നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായതോടെ കോവളം MLA M. വിൻസെന്റ് സ്ഥലത്തെത്തി. പഞ്ചായത്ത് സെക്രട്ടറിയുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സഭയ്ക്ക് ദോഷകരമായ ഒരു നടപടിയും ഉണ്ടാകില്ലെന്ന് MLA സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ഷാമുവൽ ജോസഫിന് ഉറപ്പ് നൽകി. ഈ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രതിഷേധത്തിൽ PCI നെയ്യാറ്റിൻകര താലൂക്ക് സെക്രട്ടറി പാസ്റ്റർ അജി ഏതൻ, AG ദക്ഷിണ മേഖല ഡയറക്ടർ പാസ്റ്റർ സനൽകുമാർ, CA സെക്ഷൻ പ്രസിഡന്റ് പാസ്റ്റർ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശ്ന പരിഹാരത്തിന് പിന്തുണ നൽകിയ MLA M. വിൻസെന്റ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹരികുമാർ, ലോക്കൽ സെക്രട്ടറി തടത്തിക്കുളം മധു, BJP നേതാവ് സാജു DS, വാർഡ് മെമ്പർ ജോണി എന്നിവർക്കും സഭയ്ക്ക് അനുകൂലമായി നിലപാടെടുത്ത നാട്ടുകാർക്കും PCI നന്ദി അറിയിച്ചു. നിയമം എല്ലാവർക്കും തുല്യമായിരിക്കണമെന്നും വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്നും പാസ്റ്റർ KA തോമസ് പ്രസ്താവിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.